ചിലപ്പോൾ പറയും ഐ വോണ്ടെന്ന്, ചിലപ്പോൾ പറയും ഐ നീഡെന്ന്. ഇത് രണ്ടും ഒന്നാണോ? അല്ല കേട്ടോ, ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ ആ വ്യത്യാസം വലുതാ. ഉദാഹരണത്തിന് ഐ വോണ്ട് ടു ബൈ എ കാർ എന്ന് പറഞ്ഞാലോ, എനിക്കൊരു കാറ് വാങ്ങണം, അത് എൻ്റെ ആഗ്രഹമാണ് കേട്ടോ. പക്ഷെ നീഡ് ഉപയോഗിച്ച് അങ്ങനെയല്ല. നീഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കാര്യം സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പുറത്തെന്തോ നെഗറ്റീവ് ഉണ്ട്. ഉദാഹരണത്തിന് ഐ നീഡ് ഓക്സിജൻ ടു സർവൈവ് എന്ന് പറഞ്ഞാലോ, ഓക്സിജൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അപ്പൊ ഞാൻ മരിച്ചു പോകും ഇല്ലേ? അപ്പൊ അത് അത്രയും പ്രസക്തമാണ് നീഡ് ഉപയോഗിക്കുമ്പോൾ. ഷീ നീഡ്സ് ടു സ്റ്റഡി എന്ന് പറഞ്ഞാൽ അയ്യോ പഠിക്കാൻ അനുവദിക്കണേ, ഇല്ലെങ്കിൽ തോറ്റു പോകും. ആ നെഗറ്റീവ് അതിനകത്ത് ഉറപ്പാ. ഇനി വേറൊരു കാര്യം പറയാം, ഐ നീഡ് പിസ്സ എന്നൊന്നും പറഞ്ഞു കളയരുത് കേട്ടോ. പിസ്സ ഇല്ലെങ്കിലും ജീവിക്കാം. ഐ വോണ്ട് പിസ്സ എന്നാണ് പറയാറുള്ളത്. സോ വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ? അറിഞ്ഞു പഠിക്കാം, നമുക്ക് ശരിയായി സംസാരിക്കാം. യു വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. നിങ്ങൾ ബേസ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 175 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. എന്നിട്ട് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനാക്കാം. ഇനി അതല്ല, ഇന്റർമീഡിയറ്റിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 350 ടോപ്പിക്സ് സംസാരിപ്പിക്കും. അഡ്വാൻസ്ഡ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലോ 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. സോ യു വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. താങ്ക് യു.